ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പടച്ചതമ്പുരാന്റെ വിധികളും വിലക്കുകളും ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് എന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കി അതിന് വിധേയമായി നമ്മുടെ ജീവിതത്തെയും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഗതികളെയും ചിട്ടപ്പെടുത്തണം. അങ്ങനെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലായിരിക്കണം നമ്മൾ ഏർപ്പെടേണ്ടത്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വശം നേരാം വണ്ണം തഖ്വയുടെ താൽപര്യത്തിന് വിധേയമല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തോടെ ആ വശത്തെ അവഗണിച്ച് മുന്നോട്ടു പോകുന്നത് കൂടുതൽ കൂടുതൽ മേഖലകളിൽ നിന്ന് തഖ്വ കൈവിടാൻ നമ്മെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് തഖ്വയുടെ താൽപര്യത്തിന് വിധേയമല്ലാത്ത രംഗങ്ങളുണ്ടെങ്കിൽ അവയെ തഖ്വക്ക് അനുസൃതമാക്കി മാറ്റുന്നതിനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടണം. ഉദ്ദേശ്യവും പ്രവർത്തനവും അതായിരിക്കണം. അതാണ് മുത്തഖിയെ മറ്റുള്ളവരിൽ നിന്ന് വേർപെടുത്തുന്ന കാര്യം. ഈ ഒരു ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും തഖ്വയെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരോടും എന്നോടെന്ന പോലെ ഉപദേശിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇടയ്ക്കിടെ ചർച്ചയാവുന്ന ചില കേന്ദ്രങ്ങൾ വളരെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരാറുള്ള ഒരു പ്രയോഗമാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. ഇത് മുമ്പ് പല സന്ദർഭത്തിലും എന്തെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെടുമ്പോൾ പല്ലി അതിന്റെ വാല് മുറിച്ചിട്ട് അക്രമിയുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ച് ബാക്കി ഭാഗം തടി സലാമത്താക്കുന്നത് പോലെ ചില മതസംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ അവരെന്തെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ആളുകളുടെ മുമ്പിൽ കിടന്ന് പിടക്കാൻ അവർ വലിച്ചിടുന്ന ചില ചർച്ചകളിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഈ രാജ്യത്ത് ഏതോ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഒരു രാഷ്ട്രം വരാൻ പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ചർച്ചക്കെടുത്തു വെക്കുന്നതല്ല മതരാഷ്ട്രവാദം പോലെയുള്ള ചർച്ചകൾ എന്ന് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതേ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അതിനെ കുറേശ്ശെ ഒന്ന് ചെറുതായി വിശകലനം നടത്തി നോക്കുന്നത് പല നിലക്കും നമുക്ക് പ്രയോജനകരമാണ്. കുറച്ചുകൂടി നേരത്തെ ഈ ചർച്ച നടത്തണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിലും മറ്റു പല കാരണങ്ങളാൽ നമുക്കതിന് സാധിച്ചില്ല. പിന്നെ ഇത്തരം വിഷയങ്ങളൊന്നും ഒരിക്കലും അപ്രസക്തമാവുകയില്ല. പല ആളുകളുടെയും ആശയപരമായ ദാരിദ്ര്യം വീണ്ടും 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 ഇതൊക്കെ ഈ പദപ്രയോഗങ്ങളൊക്കെ ചർച്ചയാക്കുന്നതിലേക്ക് അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ എന്താണ് മതരാഷ്ട്രവാദം? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയൊന്നുമല്ല. ആ പദപ്രയോഗം ആരാണോ പ്രയോഗിക്കുന്നത് അവരാണത് വിശദീകരിക്കേണ്ടത്. അവരതിന് അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യതയുള്ള വിശദീകരണം
ഈ ആരോപണം അല്ലെങ്കിൽ ഈ വാദഗതി ഉന്നയിക്കുന്ന മതസംഘടനയോ അല്ലെങ്കിൽ മതസംഘടനകളിലെ വ്യക്തികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളോ ഇന്നതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തതയിലും കൃത്യതയിലും വിശദീകരിച്ചതായി ഇന്നോളം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അവരെ അതായിരിക്കും പറയുന്നത്, ഇതായിരിക്കും പറയുന്നത്, അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത്, ഇതിനെക്കുറിച്ചായിരിക്കും പറയുന്നത് എന്നൊക്കെ നമ്മൾ ഓരോന്ന് വിചാരിച്ച് അതിനെപ്പറ്റി വിശകലനം ചെയ്യുന്ന ചർച്ചാ രീതിയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഒരു കൂട്ടർ ഒരു കാര്യം പറയുകയും ആ കാര്യം എന്താണ് എന്ന് അവർ കൃത്യതയിൽ വിവരിക്കുകയും ചെയ്യാതിരുന്നാൽ പിന്നെ നടത്താൻ പറ്റുന്ന ഒരു ചർച്ചയുടെ സ്വഭാവം സ്വാഭാവികമായും ഇത് തന്നെയാണ്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ പൗരോഹിത്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പൗരോഹിത്യം എന്ന് പറയുന്നത് യഥാർത്ഥ ദീനിന്റെ ഭാഗമല്ല. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിന്റെ ഭാഗമല്ല പൗരോഹിത്യം. ലാ റുഹ്ബാനിയത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യം ഇല്ല എന്നത് വളരെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്. അതായത് മനുഷ്യന്റെയും പടച്ചവന്റെയും ഇടയിൽ, മനുഷ്യരുടെയും ദൈവത്തിന്റെയും ഇടയിൽ ഏജന്റുമാരായി, ഇടയാളന്മാരായി, മാധ്യസ്ഥരായി നിന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ ദൈവത്തിന്റെ മറവിൽ നടപ്പിൽ വരുത്തുന്ന സാമൂഹിക ക്രമം. ഇതിനാണ് നമ്മൾ സാമാന്യേന പൗരോഹിത്യം എന്ന് പറയുന്നത്. ചില മതങ്ങൾ ഈ അടിസ്ഥാനത്തിൽ പൗരോഹിത്യം അതിന്റെ അവിഭാജ്യമായ ഘടകമാണ് എന്ന് പറയാൻ നമുക്ക് പറ്റും. ഇസ്ലാമിൽ പൗരോഹിത്യം ഉണ്ടാകുമ്പോൾ ആ പൗരോഹിത്യ പ്രവണതകളെ പുറന്തള്ളാനുള്ള ശക്തി ഇസ്ലാമിന് തന്നെയുണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ. ഉദാഹരണത്തിന് അല്ലാഹു പറയുന്നു, മിക്ക പുരോഹിതന്മാരും പണ്ഡിതന്മാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും മനുഷ്യരെ തടയുന്നവരുമാണ് എന്ന ഒരു ശക്തമായ വിമർശനം വിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഇസ്ലാമിന്റെ പ്രകൃതവും പൗരോഹിത്യവും ഒന്നിച്ചു ചേരുകയില്ല. പക്ഷെ ചില മതങ്ങളിൽ പൗരോഹിത്യത്തിന് വലിയ സ്ഥാനമുണ്ട്. പൗരോഹിത്യം അതിന്റെ വേർപെടുത്താനാകാത്ത ഒരു ഘടകമാണ്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. നമ്മൾ അതിലെ ശരിതെറ്റുകൾ പറയുന്നതിൽ അർത്ഥമില്ല. ബുദ്ധിയും ബോധവുമുള്ള ജനത ഏത് ജീവിത രീതി സ്വീകരിക്കണമെന്ന് ചിന്തിച്ച് തീരുമാനിക്കട്ടെ എന്ന് പറയാനേ പൊതുവിൽ നമുക്ക് നിർവാഹമുള്ളൂ. പക്ഷെ യൂറോപ്പിൽ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ 16ഉം 17ഉം നൂറ്റാണ്ടുകളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പൗരോഹിത്യ വ്യവസ്ഥിതി അതിന്റെ മുഴുവൻ ഹാവഭാവങ്ങളോടും കൂടി നിറഞ്ഞു നിലനിന്നത് ആർക്കും കാണാവുന്ന, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പൊ പടച്ചവന്റെ പ്രതിനിധികളായിട്ട് ഈ പുരോഹിതന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് പടച്ചവന് വേണ്ടി കാര്യങ്ങളൊക്കെ ഇവര് പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെയും മതത്തിന്റെയും ഇടയിൽ ഇടയാളന്മാരുടെ റോളിൽ രംഗത്ത് വരുന്നതാണ് ഈ പൗരോഹിത്യത്തിന്റെ പ്രവണത. എന്നിട്ട് പിന്നീട് കാര്യങ്ങൾ മുഴുവൻ ദൈവം അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ദൈവം എന്ന് പറയുന്നത് ഇത് അള്ളാഹുവിനെ കുറിച്ചല്ല, പകരം ആ സമൂഹം അവരുടെ ആരാധ്യനെ കുറിച്ച് പ്രയോഗിക്കുന്ന ഒരു വാചകം എന്ന നിലക്കാണ്. അപ്പൊ ദൈവം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് ഞങ്ങൾ, ദൈവത്തിന്റെ ഇന്ന കാര്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം അതാണ്, ദൈവത്തിന്റെ അഭീഷ്ടം ഇപ്രകാരമാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും ഒരു ജീവിത രീതി തന്നെ അവർ ആവിഷ്കരിച്ചു യൂറോപ്പിൽ. ആ ജീവിത രീതി ആ സമൂഹത്തെ വല്ലാത്ത ദുരിതത്തിലേക്ക് നയിച്ചു. അതിൽ അവിടുത്തെ സാധാരണ ജനങ്ങൾ മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ ശ്രേണിയിലുള്ളവരും ഈ പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിന് വിധേയമായി. പുതിയ പുതിയ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തിയ ശാസ്ത്രജ്ഞന്മാരെ അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും വിരോധികളായ ഈ പൗരോഹിത്യം കൊന്നുകളയുകയോ അല്ലെങ്കിൽ തുറുങ്കിലടക്കുകയോ വരെ ചെയ്തു. അതിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രൈസ്തവ യൂറോപ്പിലെ പൗരോഹിത്യ പ്രവണതകൾ എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിച്ചാൽ ഇന്നത്തെ ഈ ആധുനിക കാലത്ത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അതിനെ വിസ്തരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതൊരു ഭരണക്രമമാണ്.
ഒരു ചെറിയ ന്യൂനപക്ഷം ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി വന്ന് അധികാരം സ്വന്തവും പരിപൂർണമായും കയ്യിലെടുത്ത് അവരുടെ ഇച്ഛകളും ഹിതങ്ങളും താല്പര്യങ്ങളും മുഴുവൻ മനുഷ്യരുടെയും മേലെ അടിച്ചേൽപ്പിക്കുക. ഇതാണ് ആ തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ദൈവരാജ്യം മതരാജ്യം എന്ന് പറയുന്നതിന്റെ മുഖലക്ഷണമായിട്ട് നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് എന്തായിരിക്കും നമ്മുടെ സമീപനം? ഇതിനെ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനത്തെ ഒരു സാമൂഹിക ക്രമത്തെ ഇസ്ലാം എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക സാമൂഹിക ക്രമം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ രാഷ്ട്ര സംവിധാനം, അതിനെപ്പറ്റി ഞാൻ കുറഞ്ഞ വാചകങ്ങൾ പിന്നീട് പറയാം. അതിൻ്റെതായ ചില പൊതു സ്വഭാവങ്ങളുണ്ട്. ആ പൊതു സ്വഭാവം മനസ്സിലാക്കാൻ ഒരൊറ്റ വാചകത്തെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ഒരൊറ്റ വാചകം. അതെന്താണ്? ഖിലാഫത്ത് എന്നാണ് അതിന് പ്രയോഗിച്ചിട്ടുള്ളത്. ഇസ്ലാമിക സാമൂഹിക ക്രമത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് ഖിലാഫത്ത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഖുർആൻ തന്നെ അങ്ങനെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്, ഹദീസിൽ മാത്രമല്ല. ഒന്നാമത്തെ മനുഷ്യനെ ഭൂമിയിലാക്കിയപ്പോ ഞാൻ ഭൂമിയിൽ ഒരു ഹാക്കിമിനെ നിശ്ചയിക്കുന്നു എന്നല്ല അള്ളാഹ് പറഞ്ഞത്. പിന്നെയോ ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്നാണ്. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നുവെന്നാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ വാഗ്ദാനം നൽകിയിരിക്കുന്നു. അള്ളാഹ് പറയാണ്, ഞാൻ സൂറത്തുൻ നൂറിൽ ഞാൻ വാഗ്ദാനം നൽകിയിരിക്കുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, നാം അവരെ ഭൂമിയിൽ ഖലീഫമാരാക്കും. കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് ഖിലാഫത്ത് നൽകിയതുപോലെ. അപ്പൊ ഖിലാഫത്ത് അള്ളാഹുവിന്റെ ദാനമാണ് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില സാധുക്കൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഏത് പദ്ധതിയും ഭൂമിയിൽ നടപ്പിലാക്കുന്നത് അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവർ പണിയെടുക്കുമ്പോഴാണ്. അല്ലാതെ സ്വയംഭൂവാവുകയോ സംഗതിവശാൽ തരപ്പെട്ടു കിട്ടുകയോ ചെയ്യുക എന്നത് ഒരു ജനത അള്ളാഹുവിന് വേണ്ടി നിലനിൽക്കുന്നു എന്നതിന്റെ താല്പര്യത്തിന് തന്നെ വിരുദ്ധമാണ്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മതത്തിന്റെ പേര് പറഞ്ഞ് അവരുടെ മുഴുവൻ അന്യായങ്ങളെയും വെളുപ്പിച്ചെടുക്കുന്ന, എന്നിട്ട് ആ ചെറു ന്യൂനപക്ഷത്തിന്റെ ഹിതങ്ങൾ മുഴുവൻ മനുഷ്യരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാമൂഹിക ക്രമമാണ് മതരാഷ്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആ സാമൂഹിക ക്രമത്തോട് നമുക്ക് അങ്ങേയറ്റത്തെ വിരോധവും അങ്ങേയറ്റത്തെ അകൽച്ചയുമുണ്ട് എന്ന കാര്യത്തിൽ വേറെ വിശദീകരണത്തിന്റെ ഒരു കാര്യവുമില്ല. അതിനോട് മാത്രമല്ല നമുക്ക് വിയോജിപ്പുള്ളത്. ഏത്? മതത്തിന്റെ പേര് പറഞ്ഞ് ഒരു ചെറു ന്യൂനപക്ഷ പുരോഹിത വർഗം മൊത്തം മനുഷ്യരുടെ ഹിതങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കുകയും അവരുടെ മേൽ ആധിപത്യം വാഴുകയും അധികാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഘടനയോട് മാത്രമല്ല നമുക്ക് വിയോജിപ്പുള്ളത്. അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട്, പക്ഷെ അതിനോട് മാത്രമല്ല നമുക്ക് വിയോജിപ്പുള്ളത്. പിന്നെയോ, എന്തിന്റെ പേരിലായാലും ഒരു മതേതര രാജ്യത്ത് ഒരു മതേതര രാഷ്ട്രത്തിന്റെ ഭരണാധികാരി സ്വേച്ഛാധിപതിയായി മാറുകയും തന്നിഷ്ടങ്ങൾ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനോടും നമുക്ക് വിരോധമുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് വളരെ ജനകീയമായ മുഴുവൻ തൊഴിലാളിക്കും പങ്കാളിത്തമുള്ള ഒന്നാണ് എന്ന് തോന്നിപ്പോകും. പക്ഷെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നതിന്റെ അടുത്ത സ്റ്റെപ്പ് തൊഴിലാളി വർഗ പാർട്ടിയുടെ ഏകാധിപത്യമാണ്. അപ്പോ ഒരു വലിയ വിഭാഗം അതിൽ നിന്ന് തന്നെ പുറത്തായി. തൊഴിലാളി വർഗ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ അപ്പോ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന വിശാല ക്യാൻവാസിന്റെ പുറത്തായി. ഇനി ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ ഏകാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ നേതാവിന്റെ സമഗ്രാധിപത്യവും സ്വേച്ഛാധിപത്യവുമായി പിന്നീട് മാറും. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് സോവിയറ്റ് യൂണിയനിലെയോ ചൈനയുടെയോ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ലോകത്ത് ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മതവുമായി ബന്ധപ്പെട്ടല്ല, ഒരു മതവുമായും ബന്ധപ്പെട്ടല്ല, ശുദ്ധ മതേതരത്വവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം മതത്തിന്റെ പേരിൽ പൗരോഹിത്യ രാഷ്ട്രം വരുന്നത് അപകടകരമാണ് എന്നതുപോലെ മതേതരത്വത്തിന്റെ പേരിൽ സ്വേച്ഛാധിപത്യ രാഷ്ട്രം വരുന്നതും അപകടകരമാണ്. ഇത് രണ്ടും നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരുപോലെ ആക്ഷേപാർഹമായ കാര്യമാണ്. അതിൽ മതത്തിന്റെ മേമ്പൊടിയുള്ളതിനെ മതരാഷ്ട്രം എന്ന് ആക്ഷേപിക്കാമെങ്കിൽ മറ്റേത് ഒരു ഏകാധിപത്യ സ്വേച്ഛാധിപത്യ രാഷ്ട്രമാണ്, ആ മതേതര രാഷ്ട്രം, അതും അപകടകരമാണ്. രണ്ടിനോടും നമുക്ക് വിയോജിപ്പാണ്.
ഈ പറഞ്ഞ പൗരോഹിത്യ മതരാഷ്ട്രത്തോടും നമുക്ക് ഇസ്ലാമിന് വിയോജിപ്പാണ്. ഈ പറയുന്ന സ്വേച്ഛാധിപത്യ സാമൂഹിക കർമ്മത്തോടും ഇസ്ലാമിന് വിയോജിപ്പാണ്. ഇത് രണ്ടും മനുഷ്യ ചരിത്രത്തിൽ സാങ്കല്പിക ചർച്ചയല്ല ഇത് രണ്ടും മനുഷ്യ ചരിത്രത്തിൽ വമ്പിച്ചാഘാതമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അത് വലിയ ഗവേഷണത്തിനൊന്നും പോകാതെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മതേതര സ്വേച്ഛാധിപത്യം ലോകത്ത് വലിയ ദുരന്തം വിതച്ചിട്ടുണ്ട്. മതാധിഷ്ഠിത പൗരോഹിത്യ രാഷ്ട്രവും ലോകത്ത് വലിയ ദുരന്തം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതിനോട് രണ്ടിനോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പൊ ഇനി മൂന്നാമത് പിന്നെ ഒന്നും കൂടി നമ്മൾ മുന്നോട്ട് ചിന്തിക്കുകയാണ്. മതരാഷ്ട്രം എന്ന് ഒരു കൂട്ടർ പറയുന്നത് ഇതിന് രണ്ടിനുമല്ല എന്ന് വിചാരിക്കാം. പൗരോഹിത്യത്തിന്റെ ഈ സ്വേച്ഛാധിപത്യത്തിനല്ല, സ്വേച്ഛാധിപത്യത്തിന് മാത്രമല്ല, മതത്തിന്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട് സാമൂഹിക രംഗത്ത് എന്തെങ്കിലും കാര്യം നടന്നാൽ അതൊക്കെ മതരാഷ്ട്രത്തിന്റെ ചെലവിലാണ് വരവ് വെക്കുന്നതെങ്കിൽ അത്തരം ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് 5 നേരം നമസ്കരിക്കുക എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാണ്. അല്ലെങ്കിൽ പെൺകുട്ടികൾ, സ്ത്രീകൾ ഹിജാബ് ധരിക്കുക, എക്സസൈസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അവസരം ലഭിക്കണോ വേണ്ടേ, അത് എതിർക്കുന്നത് ശരിയോ തെറ്റോ, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് അങ്ങനെ ഒരു വിവാദം വന്നല്ലോ. ഇവിടെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം എക്സസൈസ് വ്യായാമം ചെയ്യാൻ അവസരം കിട്ടാത്തതിൽ വേദനയുള്ള ആളുകൾക്ക് ക്യാമ്പസുകളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് മുഖമക്കന ധരിക്കാൻ അനുവാദം കിട്ടാതെ പോകുമ്പോൾ വേദനയുണ്ടാവുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ഗ്രൗണ്ടിൽ ഒന്നിച്ച് ഒരുപോലെ എക്സസൈസ് ചെയ്യണം. അതാണ് സമത്വം. ഒന്നാമത്തെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, സ്ത്രീ പുരുഷ സമത്വം എന്നത് പ്രകൃതിയിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു കാര്യമാണ്. പ്രകൃതിയിൽ ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ് എന്ന് മാത്രമല്ല, പ്രകൃത്യ ഒരിക്കലും നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യവുമാണ്. ഇനി അഥവാ ബലം പിടിച്ച് സ്ത്രീ പുരുഷ സമത്വം നടപ്പിലാക്കിയാൽ, ആ ആശയത്തെ പറ്റി ഞാൻ പല കോലത്തിൽ ഇവിടെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അഥവാ ബലം പ്രയോഗിച്ച് സ്ത്രീ പുരുഷ സമത്വം നടപ്പിലാക്കിയാൽ അതിന്റെ മുഴുവൻ ദുരിതവും സ്ത്രീകൾക്കായിരിക്കും. സ്ത്രീ പുരുഷ സമത്വം നടപ്പിലാക്കുന്നതോടുകൂടി ബസ്സിൽ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് വേണ്ട എന്ന് വരും. അല്ലെങ്കിൽ പിന്നെ സമത്വം ഉണ്ടാവില്ലല്ലോ. സ്ത്രീ പുരുഷ സമത്വം അതിന്റെ യഥാവിധി പൂർണ്ണ സ്വഭാവത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ പ്രസവാവധി കൊടുക്കുന്നതിന് പിന്നെ ന്യായീകരണമില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പ്രസവിക്കുകയോ പ്രസവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പുരുഷന്മാരെ പോലെ സ്ത്രീകളും ജോലി ചെയ്യണം എന്ന് നടപ്പിലാക്കണം. പറ്റുമോ? ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ തത്വം, ഒരേ നിയമം എന്ന സമത്വം നടപ്പിലാക്കുകയാണെങ്കിൽ സ്പോർട്സ്, ഗെയിംസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും, പട്ടാളം, പോലീസ് പോലെയുള്ള മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരുപോലെ ജോലി ചെയ്യണം എന്ന നിയമം വരണം. എവിടെയെങ്കിലും ഇത് ലോകത്ത് എവിടെയെങ്കിലും ഇത് പുലരുമോ? ലോകത്ത് എവിടെയെങ്കിലും ഇത് പുലർത്താൻ കഴിയുമോ? കുറേശ്ശെ സ്ത്രീ പുരുഷ സമത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ തലമുറകളുടെ മക്കളുടെ എണ്ണം കുത്തനെ താഴോട്ട് പോന്നിട്ട് എങ്ങനെയെങ്കിലും പെൺകുട്ടികളെ കൊണ്ട് ഗർഭിണികളാക്കാനും പ്രസവിക്കാനും പ്രേരിപ്പിക്കുന്നതിന് ആ ഗവൺമെന്റുകൾ ഇന്ന് പെടാപ്പാടുപെടുകയാണ്. അപ്പൊ സ്ത്രീകൾക്ക് സമത്വം കൊടുത്ത് അവരെ തുല്യതയിലേക്ക് ഉയർത്തണം എന്നത് പെട്ടെന്ന് കേട്ടാൽ വളരെ മനോഹരമായ ആശയമാണ് എന്ന് തോന്നും. അതിനെ സംബന്ധിച്ച് ലേശം ചിന്തിച്ചാൽ ഇത് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധമായ ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ പുരുഷ സമത്വമല്ല, സ്ത്രീക്കും പുരുഷനും നീതി എന്നതാണ്. സ്ത്രീക്കും പുരുഷനും നീതി എന്നതാണ്. നീതി ലഭ്യമാകാൻ ചിലപ്പോൾ സമത്വമായിരിക്കും വേണ്ടിവരിക, എങ്കിൽ അവിടെ സമത്വം നടപ്പിലാക്കണം. നീതി ലഭ്യമാക്കാൻ ചിലപ്പോൾ അസമത്വം സൃഷ്ടിക്കലായിരിക്കും വേണ്ടിവരിക, എങ്കിൽ അവിടെ അസമത്വം വേണം. ഉദാഹരണത്തിന്, ഗർഭിണികളായ സ്ത്രീകൾക്ക് 1, 2, 3, 4 മാസം പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ശമ്പളത്തോടുകൂടി സർക്കാർ അവധി കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അതിൽ ഒരു വിവേചനമുണ്ട്. പുരുഷൻ ഈ ആനുകൂല്യം കിട്ടുന്നില്ല ഒരവസ്ഥയിലും. അപ്പോ അവിടെ ഒരു വിവേചനമുണ്ട്. സ്ത്രീക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അപ്പൊ അവിടെ ഒരു അസമത്വം പ്രകൃത്യ കാണപ്പെടുന്നുണ്ട്. ആ അസമത്വത്തിലാണ് സ്ത്രീക്ക് നീതി. അതുകൊണ്ട് ആ അസമത്വമാണ് അവിടെ വേണ്ടത്, അല്ലാതെ സമത്വമല്ല. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ക്യാമ്പസുകളിലൊക്കെ കുട്ടികളെ കൊണ്ട് ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ച് അരാജകത്വം സാർവത്രികമാക്കി
ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ ധരിക്കുന്ന പെൺകുട്ടികളെ അതിൽ നിന്നും വിമോചിപ്പിച്ചു എന്നത് ഞങ്ങളുടെ വലിയ ഒരു സേവനമാണ്, ഞങ്ങൾ നിർവഹിച്ച വലിയൊരു സേവനമാണ് എന്ന മട്ടിൽ മേനി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ വിവേചനം കാണേണ്ടിടത്തൊക്കെ കാണുന്നില്ല എന്ന ഒരാശയമാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. വിവേചനം കാണുകയാണെങ്കിൽ കാണേണ്ടിടത്തൊക്കെ കാണണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടിൽ ഒന്നിച്ച് സ്ത്രീ പുരുഷന്മാർ വ്യായാമം ചെയ്യണോ വേണ്ടേ, അത് വേറൊരു ചർച്ചയാണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പൊതുവായിട്ട് അതിനെപ്പറ്റി ഇങ്ങനത്തെ എല്ലാ ചർച്ചയെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റുക, സ്ത്രീകൾക്ക് പൊതുരംഗം ഇസ്ലാം വിലക്കിയിട്ടില്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വേഷവിധാനങ്ങളും അച്ചടക്കവും ഇസ്ലാം വെച്ചിട്ടുണ്ട്. അവരുടെ ശാരീരിക ഘടന വെച്ചുകൊണ്ട് പുരുഷന്മാർക്കുള്ളതിനേക്കാൾ ലേശം നിയന്ത്രണങ്ങൾ അവർക്ക് ബാധകമാക്കിയിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് പൊതുരംഗത്ത് സ്ത്രീകൾ വരുന്നതിനോ സാമൂഹിക പരിവർത്തനത്തിനു വേണ്ടിയുള്ള പ്രക്രിയകളിൽ ഏർപ്പെടുന്നതിനോ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മറ്റ് സംരംഭങ്ങളിലും വേദികളിലും പങ്കാളിത്തം വഹിക്കുന്നതിനോ യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം ഒരു വിലക്കും വെച്ചിട്ടില്ല. അപ്പൊ ഇന്ന മേഖല സ്ത്രീകൾക്ക് പറ്റില്ല എന്ന് വിലക്കുകയല്ല, എല്ലാ മേഖലയിലും സ്ത്രീയായിക്കൊണ്ട് ഏർപ്പെടണം എന്ന് നിർദ്ദേശിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അത്രമാത്രമേ ഇപ്പൊ ഞാൻ ആ വശത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യമാണ്. അതായത് പിന്നെ ഒരു ഗ്രൗണ്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് എക്സസൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൽ നിന്ന് സ്ത്രീകളെ മാറ്റുന്നത് സ്ത്രീകളോടുള്ള അനീതിയാണ്, അതിനുവേണ്ടി ശബ്ദിക്കണം എന്ന് കരുതുന്നവർ, അങ്ങനെ എവിടെ സ്ത്രീകൾക്ക് നേരെ അനീതിയുണ്ടോ എന്നിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നവർ, ക്യാമ്പസുകളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബോടുകൂടി പ്രവേശിക്കാൻ അവരാഗ്രഹിച്ചിട്ടും പല ക്യാമ്പസിലും പറ്റുന്നില്ല. ചില ശക്തികൾ ഈ പെൺകുട്ടികളെ തടയുന്നു, അവരെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്നു, പരീക്ഷാ ഹാളിൽ നിന്ന് ഇറക്കിവിടുന്നു, അവരുടെ വസ്ത്രം വലിച്ചു കീറുന്നു, അവരെ ആക്ഷേപിക്കുന്നു, പഴിക്കുന്നു, ശകാരിക്കുന്നു, ശാരീരികമായി ഉപദ്രവിക്കുന്നു. ഇതൊക്കെ ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഹിജാബ് ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിന് അവസരം കിട്ടാതെ പോകുന്നത് അനീതിയാണ് എന്ന് കരുതി ഈ വ്യായാമത്തിൽ അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അസ്വസ്ഥപ്പെടുന്നവർ ഈ വിഷയത്തിൽ അസ്വസ്ഥപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇവരുടെ അസ്വസ്ഥതകളുടെ പിന്നിൽ വേറെ ചില പ്രചോദനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ആ വരുന്ന പ്രചോദനം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചില ആളുകളുടെ കാഴ്ചപ്പാടിൽ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ 5 നേരം നമസ്കരിക്കുന്നത് മതരാഷ്ട്രവാദമാണ്. ഇസ്ലാമിക വേഷമനുസരിച്ച് പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുന്നത് പിന്നെ അതായത് ശരീരത്തിന്റെ മാംസള ഭാഗങ്ങളൊക്കെ മറയുന്ന, ശരീരത്തിന്റെ ആകാരവടിവ് പ്രകടമാകാത്ത വേഷവിധാനം, ഇതിനാണ് ഞാൻ ഹിജാബ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ കണ്ണല്ലാത്തതൊക്കെ മറച്ച് നടക്കുന്ന വേഷത്തെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഏതോ ഒരു കോലത്തിൽ ഒരു മഫ്ത ധരിക്കുന്നതിനെ കുറിച്ചുമല്ല. സ്ത്രീയുടെ ശരീരത്തിലെ മാംസള ഭാഗങ്ങൾ പുറത്തു കാണരുത്, ആകാരവടിവുകൾ പ്രകടമാകരുത്. ഇതാണ് സ്ത്രീക്ക് ഇസ്ലാം നിശ്ചയിച്ച വേഷത്തിന്റെ ചൈതന്യം. ഈ സ്വഭാവത്തിൽ സ്ത്രീകൾ സ്വന്തം പെൺകുട്ടികൾ ആത്മാർത്ഥമായി സ്വയം ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് ഈ വേഷത്തോടു കൂടി ക്യാമ്പസിൽ പോകണം. പക്ഷേ പല പ്രതിയോഗികളും അതിനനുവദിക്കുന്നില്ല. ആ ചർച്ച മീഡിയകളിൽ വരുന്നു, ഇവർ കാണുന്നു. പക്ഷേ വ്യായാമത്തിന്റെ ഗ്രൗണ്ടിലെ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി അസ്വസ്ഥപ്പെടുന്നവർ ഇത്തരം സന്ദർഭങ്ങളിൽ അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നു. അപ്പൊ നമുക്കൊരു കാര്യം പ്രകടമാണ്, ഇത് മുസ്ലിം സ്ത്രീയോടുള്ള സ്നേഹമല്ല, പൊതുവെ സ്ത്രീകളോടുള്ള സ്നേഹവുമല്ല, ഇത് ചില ആശയങ്ങളോടുള്ള അലർജിയും ചില തത്വങ്ങളോടുള്ള വിരോധവുമാണ്. ആ വിരോധം പ്രകടിപ്പിക്കാൻ സന്ദർഭോചിതം ഓരോ വാക്കുകൾ പ്രയോഗിക്കുകയാണ്, മതരാഷ്ട്രവാദം എന്നും മറ്റുമൊക്കെ. അപ്പോ മതരാഷ്ട്രം എന്ന് പറയുന്നത് കുറച്ച് മൂല്യങ്ങളാണ് മതങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ആ അധ്യാപനങ്ങളുണ്ട്. പിന്നെ വേറൊരു ചർച്ചയിൽ പല സന്ദർഭത്തിൽ ഞാൻ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയത്തുണ്ട്. ആയത്ത് എന്താന്ന് ചോദിച്ചാൽ പിന്നെ മനുഷ്യനും അവന്റെ തൊലിയും തമ്മിൽ നോക്കണം, മനുഷ്യനും അവന്റെ തൊലിയും തമ്മിൽ ആഖിറത്തിൽ ഖിയാമത്തിൽ ഹിസാബിന്റെ വേളയിൽ അവിടെ നടക്കുന്ന തർക്കമാണ്. ഇതിന്റെ വിശദ ആയത്തിന്റെ ഇതില് ആ ഭാഗത്തേക്ക് ചെയ്യാൻ പോകുന്നില്ല. ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. എന്താണ് പ്രയോഗം? അരുതാത്ത ഒരു കാര്യം ചെയ്യുമ്പോ കണ്ണറിയണ്ട, കാതറിയണ്ട, തൊലി അറിയണ്ട എന്ന് നിങ്ങൾ വിചാരിക്കാറില്ല, എന്ന സൂക്ഷ്മത നിങ്ങൾ പുലർത്താറില്ല. അതുകൊണ്ട് ആ തൊലിക്കിപ്പത് പറയാൻ പറ്റിയത് എന്നാണ് അള്ളാഹ് പറയുന്നത് അവിടെ. അത് പറഞ്ഞ ശേഷമുള്ള പ്രസ്താവനയാണ് ഇപ്പൊ എന്റെ വിഷയം. അതെന്താ? വലാകിൻ വനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ.
നിങ്ങൾ കണ്ണും കാതും തൊലിയും ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കണ്ണും കാതും തൊലിയും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല, അള്ളാഹ് പറയാണ്, എന്നത് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല, വലാകിൻ ളനൻതും, നിങ്ങൾ ഇങ്ങനെ കൂടി വിചാരിച്ചു. എങ്ങനെ? അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, ഞങ്ങൾ പ്രവർത്തിക്കുന്ന മിക്ക കാര്യവും അല്ലാഹ്ക്ക് അറിയൂല. വദാലികും വന്നുകും അല്ലദീ ളനൻതും ബിറബ്ബികും മർദാകും, നിങ്ങളുടെ നാഥനെ കുറിച്ചുള്ള നിങ്ങളുടെ ഈ മൂഢധാരണയുണ്ടല്ലോ, അതാണ് നിങ്ങളെ ഇന്ന് ഇങ്ങനെ ഈ ദുരിതത്തിലേക്ക് എടുത്തെറിഞ്ഞത് എന്ന് അവിടെ അള്ളാഹ് പറയുന്നുണ്ട്. ഇവിടുന്നൊക്കെ പോയി അവിടെ എത്തിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോ മതേതരത്വം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിച്ചത് ജീവിതത്തിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നത് അള്ളാഹ് അറിയൂല എന്ന ഒരു സമാധാനം നൽകുകയാണോ? എങ്കിൽ ആ മതേതരത്വത്തോട് നമുക്ക് യോജിപ്പില്ല. ആ മതേതരത്വത്തോട് നമുക്ക് യോജിപ്പില്ല. നമുക്ക് ഏത് മതേതരത്വത്തോടെ യോജിപ്പുള്ളൂ? ഗവൺമെന്റ് മതകാര്യങ്ങളിൽ കക്ഷിത്വം കക്ഷി പിടിക്കൂല, കക്ഷി ചേരൂല. മതവിഭാഗങ്ങളെ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് മതമനുഷ്ഠിക്കാൻ വിടും. ഒരു പ്രത്യേക മതം, സ്റ്റേറ്റ് മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കൂല. ഇതൊക്കെയാണോ മതേതര മൂല്യം? എങ്കിൽ അതിനെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അതല്ല, പടച്ചവൻ നമ്മളുടെ ഒട്ടുമിക്ക ചെയ്തികളും അറിയില്ല എന്നതാണ് മതേതരത്വം നമുക്ക് നൽകുന്ന പാഠമെങ്കിൽ ആ പാഠം നാളെ നമ്മളെ വലിയ ദുരിതത്തിലേക്ക് എത്തിക്കും എന്നാണ് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി, ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന. നിശ്ചയമായും എന്റെ നമസ്കാരവും എന്റെ ബലിയും എന്റെ ജീവിതവും എന്റെ മരണവും. അതിൽ പെടാതെ പിന്നെ എന്താ ഒരാളെടുത്ത് ബാക്കിയുള്ളത്? ഒന്നുമില്ല. നിസ്കാരവും ബലിയും എന്ന് പറയുമ്പോൾ മതപരമായത് പെട്ടു. ആ മതപരമായ ജീവിതത്തിന് പുറമെ ബാക്കി ജീവിതം ഉണ്ടല്ലോ, മതേതര ജീവിതം. ഓ മഹിയായ എന്ന് പറഞ്ഞപ്പോ അതും പെട്ടു. ആ മതേതര ജീവിതം അപ്പൊ മതജീവിതവും പെട്ടു, പൊതുജീവിതവും പെട്ടു. പിന്നെ ബാക്കി മരണമാണുള്ളത്. അപ്പൊ ഓ മമാത്തി, എന്റെ മരണവും അതും പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതവും മുഴു ജീവിതവും മരണവും അള്ളാഹ്ക്ക് സമർപ്പിച്ചു എന്നാണ് 5 നേരവും നമ്മൾ ഈ വജ്ഹത്തുവിൽ പറയുന്നത്. ഇത് വജ്ഹത്തുവിലെ ഒരു പ്രാർത്ഥന മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൂടിയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, മതമൂല്യങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വരണം. അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് രാഷ്ട്രീയം എന്ന നിലക്ക്, ആ രാഷ്ട്രീയത്തിന്റെ ഒരു ശക്തി പ്രാപിച്ച രൂപമാണ് രാഷ്ട്രം എന്ന നിലക്ക് മതമൂല്യങ്ങൾ രാഷ്ട്രീയത്തിലും രാഷ്ട്രം പുലരുമ്പോ രാഷ്ട്രത്തിലും വേണം. ഇതാണ് മതരാഷ്ട്രവാദം. ഇതിനെയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ, പ്രവാചകന്മാരെ പോലെ, സ്വഹാബത്തിനെ പോലെ, മഹാന്മാരായ ഇമാമുകളെ പോലെ, സലഫുസ് സാലിഹുകളിലെ സജ്ജനങ്ങളായ മുഴുവൻ പൂർവസൂരികളായ മഹാന്മാരെ പോലെ മതരാഷ്ട്രവാദികളായി തുടരാൻ ഓരോ മതവിശ്വാസിയും നിർബന്ധിതരാകും എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് ജീവിതത്തിൽ ഇത് മതം, ഇത് രാഷ്ട്രീയം എന്ന് വേർതിരിക്കാതെ മനുഷ്യ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കാണുന്നു, അറിയുന്നു. അതിലൊക്കെ അവന് നിലപാടുണ്ട്, അവനത് അറിയിച്ചിട്ടുമുണ്ട്. ആ അറിയിച്ചതനുസരിച്ച് റസൂലുള്ള പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തന്നിട്ടുമുണ്ട്. ഇത്രയും യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഞങ്ങൾ സ്വകാര്യ ജീവിതത്തിൽ മതം പാലിക്കും, പൊതുജീവിതത്തിൽ ഞങ്ങൾ മതേതരരായിരിക്കും എന്ന് പറയാൻ ഒരു സത്യവിശ്വാസിക്ക് സാധ്യമല്ല. അപ്പൊ പിന്നെ ഈ പറയുന്ന മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് പ്രവാചകനെ കുറിച്ച് ഇവരുടെ നിലപാടെന്ത് എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടതായിട്ട് വരുന്നു. നിങ്ങൾ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് പൊതുജീവിതത്തിലേക്ക് മതമൂല്യങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചാണോ? എങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, പ്രവാചകനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 23 വർഷക്കാലം മക്കയിലും മദീനയിലുമായി പ്രവർത്തിച്ചിട്ട് ഇഹലോകത്തോട് വിട പറയുമ്പോൾ ഒരു മദീന കേന്ദ്രമാക്കിയ ഒരു രാഷ്ട്രത്തിന്റെ തലവനായിരുന്ന മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന പ്രവാചകനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ആ പ്രവാചകന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ, പ്രവാചകത്വത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഖിലാഫത്ത് നടത്തിയ ആ ഖലീഫമാർ, 4 ഖലീഫമാർ, ഓരോ വെള്ളിയാഴ്ചയിലും ഖുതുബക്ക് ശേഷം അറബിയിൽ ഖുതുബ നടക്കുന്ന പള്ളികളിലൊക്കെ സവിശേഷം പേരെടുത്ത് പറഞ്ഞിട്ട് അല്ലാഹുമ്മ അർലാൻ അഷ്റഫി ഖുലഫാഇർ റാഷിദീൻ വ അഫ്ളലി ഉമറാഇൽ മുർഷിദീൻ വഹുവൽ ഇമാമുശ് ഷഫീഖ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഇമാമിന്റെയും പേരെടുത്ത് പറയുന്ന ആ ഖലീഫമാരുണ്ടല്ലോ, ആ ഖലീഫമാര് മുന്നോട്ട് വെച്ച ജീവിതക്രമത്തെയാണ് നിങ്ങൾ മതരാഷ്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുസ്ലിം ഉമ്മത്തിന്റെ വികാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതക്രമത്തിന്റെ പേരാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഞാൻ നേരത്തെ അതിന്റെ ഇടയിൽ പറഞ്ഞു.
ഇസ്ലാമിന്റെ ഖിലാഫത്തിനെ പറ്റി പിന്നെ പറയാമെന്ന് 1-2 വാചകങ്ങളെ പറയുന്നുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ ഒരു ഭാഗം നേരത്തെ പറഞ്ഞു. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അധികാരം ഒരു പിടി പുരോഹിതന്മാരിൽ നിക്ഷിപ്തമല്ല. തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ നേതാക്കളിൽ അധികാരം ഏകപക്ഷീയമായി അധികാരം നിക്ഷിപ്തമായതുപോലെ, യൂറോപ്പിൽ പുരോഹിതന്മാരുടെ കയ്യിൽ അധികാരം നിക്ഷിപ്തമായതുപോലെ, ഇസ്ലാമിൽ അധികാരം ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന വിശ്വാസികളായ ഓരോരുത്തരുടെയും കയ്യിലാണ്. അള്ളാഹ് ഖിലാഫത്ത് ഏൽപ്പിച്ചത് നിങ്ങളുടെ കയ്യിലാണ്. അങ്ങനെയാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഖിലാഫത്ത് നൽകിയതുപോലെ നിങ്ങൾക്ക് അള്ളാഹു ഖിലാഫത്ത് നൽകും. അപ്പൊ നിങ്ങൾ എല്ലാവരുമാണ് ഖിലാഫത്ത് എന്ന് പറയുന്ന ആ കരുത്ത്, ആ ശക്തി കയ്യിലുള്ളവർ നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് ബയ്യത്ത് ചെയ്യും. എല്ലാവരും ഭൂരിപക്ഷം നിങ്ങളിൽ ഭൂരിപക്ഷം ഒരാളെ ബയ്യത്ത് ചെയ്താൽ അയാൾ നിങ്ങളുടെ ഖലീഫയായി മാറും. എന്ന് പറഞ്ഞാൽ ഞാനാണ് ഖലീഫ എന്ന് പറഞ്ഞ് ടൈ കെട്ടി കോട്ടും സൂട്ടും ധരിച്ച് ഒരുത്തൻ വന്നാൽ അയാൾക്ക് ബയ്യത്ത് ചെയ്യലല്ല. ശരിക്കും മനസ്സിലാക്കണം, അയാൾക്ക് ബയ്യത്ത് ചെയ്യലല്ല. പിന്നെയോ നമ്മുടെ ബയ്യത്ത് ആർക്കാണോ കിട്ടുന്നത് അയാൾ ഖലീഫയാവുകയാണ്. അതായത് ഖലീഫയായി വന്നിട്ട് ബയ്യത്ത് വാങ്ങുകയല്ല, ബയ്യത്ത് ലഭിച്ച ശേഷം ഖലീഫയാവുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ലോകത്ത് തുല്യതയില്ലാത്ത ജനകീയ ജനാധിപത്യം. ഇങ്ങനത്തെ ഒരു സാമൂഹിക ക്രമത്തിൽ ഒരധികാരവും ഒരു വ്യക്തിയിലും കേന്ദ്രീകൃതമാകാൻ പോകുന്നില്ല. അങ്ങനത്തെ സാമൂഹിക ക്രമത്തെ വെച്ചിട്ട് തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യം കൊണ്ട് ദുരിതം മുട്ടി കൊല ചെയ്യപ്പെട്ട കോടികളുടെ കണക്ക് പറയാനുള്ളവർ നമ്മളെ ജനാധിപത്യം പഠിപ്പിക്കുമ്പോ അതേ സംബന്ധിച്ച് നമ്മൾ മൗനികളായിരിക്കരുത്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ അതിനെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇസ്ലാമാണ് ലോകത്ത് മനുഷ്യരുടെ മുമ്പിൽ ഇന്നോളം കണ്ടതിലെ ഏറ്റവും വിശാലമായ ജനകീയ ജനാധിപത്യ സാമൂഹിക ക്രമം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന്. അവിടെയാണ് ഖലീഫയായ ഉമറുൽ ഫാറൂഖ് എഴുന്നേറ്റ് നിന്നിട്ട് സ്ത്രീകളുടെ ചില അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ കണ്ടമാനം മഹർ ചോദിക്കുന്നത്, ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കണ്ടമാനം മഹർ ചോദിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വന്നപ്പോ ഉമറുൽ ഫാറൂഖിന് തോന്നി ഇത് ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. നമ്മളിവിടെ വലിയ സ്ത്രീധനം ചോദിച്ചിട്ട് പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ട് പലയിടത്തും. എന്നതുപോലെ കണ്ടമാനം മഹർ ചോദിക്കുക, ഇതിന്റെ നേരെ എതിര് കണ്ടമാനം മഹർ ചോദിക്കുക. അപ്പോ അത്രയും കൊടുക്കാൻ കഴിയില്ല, അപ്പോ പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു ഇതിങ്ങനെ പോയാൽ വലിയൊരു പ്രശ്നമാണ്, ഇതിനെന്തെങ്കിലും ഒരു പരിധി നിശ്ചയിക്കണമല്ലോ. അദ്ദേഹം അങ്ങനത്തെ ഒരു ചർച്ചക്ക് ആമുഖം പറയാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നു. ഇതുപോലെ ഒരു പള്ളിയിൽ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുക, സ്ത്രീകളുണ്ട് പിന്നിൽ. സംസാരം തുടങ്ങി പകുതിയായില്ല, ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അള്ളാഹുവും റസൂലും അനുവദിച്ച ഈ കാര്യത്തിന് പരിധി വെക്കാൻ ഉമറെ നിങ്ങളാരാണ്? ഉമർ പറഞ്ഞു, ഒരു സ്ത്രീ ഒരു പെണ്ണ് ഉമറിനോട് തർക്കിച്ചു, അങ്ങനെ ഉമറിനെ പരാജയപ്പെടുത്തി. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നതാണ്. പിന്നെ ഇന്ന് വരെ സ്ത്രീകളുടെ ആ അവകാശത്തിന്റെ മേൽ കൈവക്കാൻ ഒരാളും എഴുന്നേറ്റ് നിന്നിട്ടില്ല. ഇസ്ലാമിലെ ഭരണാധികാരി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്കൊക്കെ തന്ന ഗവൺമെന്റ് ബൈത്തുൽ മാലിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ തന്ന കുപ്പായത്തിന്റെ ശീല കൊണ്ട് ഒരാൾക്ക് കുപ്പായം അടിക്കാൻ കഴിയാതിരിക്കുമ്പോ ഉമറെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പൂർണ്ണമായ ഒരു കുപ്പായം അടിക്കാൻ ശീല കിട്ടിയത് എന്ന് ചോദിച്ചില്ലേ സാധിച്ചു? അതാണ് ഇസ്ലാമിന്റെ ഖിലാഫത്ത്. അപ്പം ഉമർ പറയുന്നുണ്ട്, അബ്ദുള്ള നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ മകൻ പറയുന്നുണ്ട്, ഇത് എന്റെ ശീലയും കൂടി ബാപ്പാക്ക് കൊടുത്തപ്പോ രണ്ടും കൂടി കൂട്ടിയിട്ട് മുമ്പര അടിച്ചതാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഖിലാഫത്ത്. മനുഷ്യരുടെ മേൽ മനുഷ്യരുടെ സ്വതന്ത്ര പരമാധികാരമല്ല, പ്രപഞ്ചനാഥന്റെ പരമാധികാരത്തിന്റെ കീഴിൽ മനുഷ്യർ കൂട്ടായി എടുക്കുന്ന ജനകീയ ജനാധിപത്യ തീരുമാനം, ശൂറാ സ്വഭാവത്തിലുള്ള ജനകീയ ജനാധിപത്യ തീരുമാനം. അതിനെയാണ് മതരാഷ്ട്രം എന്ന് ആക്ഷേപിക്കുന്നതെങ്കിൽ അതിന്റെ നിജസ്ഥിതി, അതിന്റെ മാധുര്യം, അതിന്റെ സൗന്ദര്യം, അതിന്റെ മാഹാത്മ്യം ആളുകളോട് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിന് ഒരുപാട് അനുബന്ധ ചർച്ചകളുണ്ട്, അതിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പിൻപറ്റി മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين.
പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കുടുംബ സംഗമം നിങ്ങളിൽ ഒട്ടുമിക്കവരും അതിൽ പങ്കെടുത്തിരിക്കും. നല്ല രീതിയിൽ നമുക്കത് നടത്താൻ സാധിച്ചു, അൽഹംദുലില്ലാ. അത് വിജയിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും ശാരീരികവും സാമ്പത്തികവുമായി പ്രവർത്തിച്ച മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവരും പ്രത്യേകം പരാമർശിക്കേണ്ടവരുമായ ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സഹോദരങ്ങൾക്ക് അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു നൽകുകയും ആഫിയത്തോടുകൂടി കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യുമാറാവട്ടെ. പലതരത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ അടുത്ത ബന്ധുക്കളിലെ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലെ മുഴുവൻ രോഗികൾക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. അവരുടെ വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചു വിളിച്ചവരോട് കരുണ കാണിക്കണേ റബ്ബേ. അവരുടെ ബർസഖിയ ജീവിതം സ്വർഗീയമാക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. أقم الصلاة.